കുറേ ദിവസം കൂടിയിട്ടാണ് അല്ലേ 3 പേരുടെയും കൂടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വരുന്നത്. പ്രോപ്പർ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി ശരിക്കും പറഞ്ഞാൽ. ഇത് ഞങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. ഞങ്ങളുടെ റാണിമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. 2 ദിവസം മുൻപായിരുന്നു ബർത്ത്ഡേ. പക്ഷെ നമ്മൾ ഈ ആഴ്ച മൊത്തം സെലിബ്രേറ്റ് ചെയ്യുവാണ്. ഇന്ന് ഞങ്ങളുടെ ഡാൻസ് ടീമിന്റെ സെലിബ്രേഷൻ ആണ്. അപ്പൊ ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? ഇത് നമ്മുടെ ടീനയുടെ സ്വന്തം ഗാർഡൻ, റോസ് ഗാർഡൻ എന്നൊക്കെ പറയാതിന്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് റാണിയുടെ ബർത്ത്ഡേ. ഈ റോസുകളെല്ലാം റാണിക്ക് നമ്മള് അതെ 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 അപ്പൊ അതെ അപ്പൊ നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ വരൂ. അപ്പൊ നമ്മുടെ ആഘോഷം ഇവിടുന്ന് തുടങ്ങുവാണ്. അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക്. നമുക്ക് പോവാം. ടീനയുടെ വീട്ടിൽ നിന്ന് റാണിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പുറത്തേക്ക് പോണ സമയത്ത് കണ്ട ഒരു പൂക്കളാണ് കേട്ടോ അത്. ഇതിൻ്റെ പൂവിൻ്റെ പേരോ നാളോ നമുക്കറിയില്ല അല്ലേ? പക്ഷേ ഇതിൻ്റെ കളറ് ഒരു നീല കളറും എന്തിനോട് സാമ്യപ്പെടുത്തണേന്നും അറിയത്തില്ല. കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. റാണിയുടെ ബർത്ത്ഡേയുടെ ഒരു സ്മോൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് പോർട്സ്മൗത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള റോസ് ഗാർഡനിലേക്കാണ്. ഇവിടെ റോസ് മാത്രമേ ഉള്ളൂ. പലതരത്തിലുള്ള പല വർണ്ണത്തിലുള്ള പല എന്താ പറയുന്നത് ചെറുതും വലുതുമായ ഒരുപാട് റോസസ് ഉള്ള ഒരു ഫേമസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗാർഡനിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോരോ പൂക്കളും എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് ഒരു എന്താ പറയുക ഈ വിശേഷത്തിനും ഈ സന്തോഷത്തിനും നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാ? റോസ് ഗാർഡൻ. പക്ഷെ ഞങ്ങൾക്കിന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു പുതിയ മുഖം, അതിൻ്റെ ഒരു പാട്ടില്ലേ പുതിയ മുഖം, നമ്മുടെ റാണിയുടെ എല്ലാമായ നമ്മുടെ അങ്ങനെ ഒരു പാട്ടില്ലേ, എന്തിനു വേറൊരു സൂര്യോദയം അല്ലേ? എന്തിനു വേറൊരു സൂര്യോദയം എന്നൊക്കെ പറയണ പോലെ റാണിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണോ എന്തൊക്കെയാണ് പറയട്ടെ, നിന്റെ കാമുകനാണോ, പ്രിയതമനാണോ, ഫ്രണ്ടാണോ, എന്റെ അമ്മച്ചിയുടെ ബ്രദറിന്റെ മകനാണ് ജോയ്സന്റെ വൈഫാണ് റാണി. അങ്ങനെ ഞങ്ങളത് റിലേഷനുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഞങ്ങൾ ഫ്രണ്ട്സുമാണ്. അപ്പൊ ഞങ്ങളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ജോയ് മുണ്ടാടൻ. ഹലോ പറയും ഞങ്ങളുടെ കൂട്ടുകാരോട്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ലിസ്റ്റ് ചേച്ചിയുടെ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ തന്നെ പറയാം, യൂട്യൂബ് ചാനൽ വലിയ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ചെറിയ പാട്ടുകളൊക്കെ കാണാറുണ്ടെങ്കിലും പക്ഷേ ഡീറ്റെയിലായിട്ട് കാണാൻ സമയം കിട്ടാറില്ല. പക്ഷേ ചേച്ചിയുടെ ഒരു അതിനുള്ളൊരു എന്താ പറയുക, ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻകം എന്താണ് ചെയ്യണേ എന്നുള്ളത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിനൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇതിൽ കിട്ടുന്ന ഓരോ ഇൻകം, ഇപ്പോൾ നമ്മളിവിടെ വരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനെല്ലാം നമ്മൾ നമ്മുടേതായ പേഴ്സണലായിട്ടുള്ള സമയം കണ്ടെത്തി വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ചെയ്ത് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ഇൻകം ചേച്ചി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചാരിറ്റി ചെയ്യാനായിട്ട് മറ്റുള്ള യൂട്യൂബ് ചാനലുകളെല്ലാം അവർക്ക് പേഴ്സണലായിട്ട് പൈസ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിന് പകരം ചേച്ചി ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ ഞങ്ങൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. ചേച്ചി ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ആയ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ചേച്ചിയുടെ നിന്ന് പഠിക്കാനുണ്ടെന്ന് വീണ്ടും ചേച്ചി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. യങ്സ്റ്റേഴ്സിന് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം മക്കളെ, ഒരു ഡിഫറെൻറ്റ് ലെവലിൽ ചിന്തിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് പറയുക മാത്രമല്ല ചെയ്ത് കാണിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ വെൽ ഡൺ ചേച്ചി. താങ്ക് യു സോ മച്ച് ഫോർ വെൽക്കം മീ ഇൻ ദ യൂട്യൂബ് ചാനൽ. താങ്ക് യു. നേച്ചർ നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. ജോയ്സിന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം തീർച്ചയായിട്ടും. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് ചേച്ചി മാത്രമായിട്ടല്ലോ ചെയ്യണേ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അല്ല, അതിന് നമ്മൾ നമ്മുടേതായ ഇപ്പൊ ടീനയുടെ സമയം നമ്മൾ പേഴ്സണലി ഉള്ള ടീനയുടെ സമയം കണ്ടെത്തണം. പലപ്പോഴും റെയിനോൾഡ് ഇതിനു വേണ്ടി പല ലൊക്കേഷനിലേക്കും റൺ ചെയ്യുന്നു. അതിനുള്ള അവൻ്റെ സമയം കണ്ടെത്തണം, ചേച്ചിയുടെ സമയം കണ്ടെത്തണം, മറ്റുള്ളവരുടെ എല്ലാവരുടെയും. അപ്പോൾ നമ്മളെല്ലാവരുടെയും നമ്മുടെ പേഴ്സണലായിട്ടുള്ള സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച് നമ്മൾ വേറൊരു രീതിയിലുള്ള ഒരു ത്യാഗം അല്ലെങ്കിൽ സാക്രിഫൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സാക്രിഫൈസ്.
അല്ലേ? അപ്പൊ എല്ലാവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും അതിനു വേണ്ടി ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. റാണിമോളുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം എല്ലാവർക്കും ഇഷ്ടമായോ? റാണിക്ക് ഇഷ്ടമായോ? റാണിക്ക് അറിയാൻ പറ്റായിരുന്നില്ല അല്ല ഇങ്ങോട്ടാ വരുന്നതെന്നൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. കുറേ ഞങ്ങൾ സർപ്രൈസ് ഒക്കെയാണ് വെച്ചത്. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എവിടേക്കോ പോകണമെന്ന് റാണിക്ക് മനസ്സിലായി. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെയാണെന്നുള്ളത് മനസ്സിലായത്. അതെ 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 അതെ. ഇതിനകത്ത് എത്ര വെറൈറ്റി ആയിരിക്കും അല്ലേ? റോസസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ശരിക്കും ഇപ്പോഴാണോ ടീന ഇതിൻ്റെ ടൈം? അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണോ ഇതെല്ലാം? കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണോ കണ്ടിട്ട് ഇനി വരാനോ ഇനിയും വരാനുണ്ട്. 2 വീക്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. നല്ല ഒരു ഓറഞ്ച് കളർ അല്ലേ? അപ്പോൾ നമ്മുടെ എന്താ പറയുക, റാണിയുടെ എല്ലാ സുഹൃത്തുക്കളുടെയും കൂടിയിട്ട് റാണിക്ക് വിശ്വസ് നൽകുവാണ്. ഈ റോസ് ഗാർഡനിലെ റോസപ്പൂക്കൾ പോലെ മനോഹരമാവട്ടെ റാണിയുടെ ഇനിയും അങ്ങോട്ടുള്ള ജീവിതം. കുടുംബത്തോടൊപ്പം, കുഞ്ഞുമക്കളോടൊപ്പം, ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളോടൊപ്പം, ബന്ധുക്കളോടൊപ്പം നല്ല ഭംഗിയായിട്ട് ജീവിക്കുവാനായിട്ടും അതുപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കുവാനും സമാധാനമായിട്ടിരിക്കുവാനും റാണിക്കും കുടുംബത്തിനും സാധിക്കട്ടെ. അതിന് എല്ലാ നന്മകളും ദൈവം ചൊരിയട്ടെ എന്ന് ഒരുപാട് സന്തോഷത്തോടെ നിറഞ്ഞ സ്നേഹത്തോടെ അല്ലേ? താങ്ക് യു. പിന്നെ ഞാനൊരു ചാനലിൽ ഏറ്റവും ആദ്യത്തെ ചാനലിൽ പറഞ്ഞിരുന്നു മദേഴ്സ് ചാരിറ്റിയെ പറ്റിയിട്ട്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. പിന്നെ അപ്പം മദേഴ്സ് ചാരിറ്റിയിൽ ഇവരൊക്കെ റൈറ്റും ലെഫ്റ്റുമായിട്ട് വർക്ക് ചെയ്യുന്ന മക്കളാണ്. എവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു നല്ലൊരു ഭാഗമാണ് ഈ മക്കളെല്ലാവരും. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോയിൽ വരുന്ന ഓരോരുത്തരും മദേഴ്സ് ചാരിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ചാരിറ്റികളൊക്കെ നമുക്ക് എല്ലാവർക്കും കൈകൾ കോർത്ത് ചെയ്യാനും അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ സാധിക്കട്ടെ. അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. നിറം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ എന്തൊരു ഭംഗിയാന്ന്. ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നിറയെ ഈ ഒരു കളറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ട്രീ റോസ്, അതൊക്കെ ഷേപ്പിലാണ്. താഴെ നിന്ന് ഇങ്ങനെ സ്റ്റെം മാത്രം പോയിട്ട് അല്ലേ? മരം പോലെ കുഞ്ഞു മരം. ഇവിടെ ഒരു 3-4 ഉണ്ട്. അത് ട്രീ റോസ്. ഇനി എങ്ങോട്ടാ തിരിക്കേണ്ടത്? ഇങ്ങോട്ട് തിരിച്ച്. ഓ, ഇത് ആരുടെ ഫേവറേറ്റ് കളറാണ്? മഞ്ഞ. നമ്മുടെ ടീനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ മഞ്ഞ. ഇതിൻ്റെ ഒരു ഭംഗി ഒന്ന് കാണിച്ചു തരട്ടെ. ഇത് ഇഷ്ടംപോലെ മുട്ടുണ്ടായിട്ടുണ്ട് അതിന്മേലെ. മഞ്ഞ റോസിന്റെ ഭംഗി എന്ന് പറയുന്നത് മഞ്ഞ റോസ് ആകാശത്ത് നോക്കി, ആകാശവും ഈ മഞ്ഞ റോസും ഇതിന്റെ പച്ചലകളും അതിന്റെ മുള്ളും എല്ലാം കൂടി ആയപ്പോൾ അതിൻ്റെ ഇടയിൽ തേനീച്ചയുണ്ട്. തേനീച്ച എല്ലാം കൂടി ആയപ്പോൾ അടിപൊളി, സൂപ്പർ. മഞ്ഞ റോസ്. Ready, steady, go. Happy birthday to you. Happy birthday to you. Happy birthday, dear Rani. Happy birthday to you. Thank you. Sorry. ഇന്നത്തെ ഈ ഒരു ദിവസം ഉണ്ടല്ലോ ജോയ്സാ, ഇവിടെ വന്ന് ഈ പൂക്കളുടെ ഈ മനോഹാരിതയും നമ്മളുടെ റാണിമോളുടെ ബർത്ത്ഡേയും നമ്മളെല്ലാവർക്കും കൂടി ഇങ്ങനെ ഇച്ചിരി സമയം ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കിട്ടിയ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും ഒരുപാട് പേരുടെ മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് ജോയ്സൺ ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ജോയ്സൺ. ഞാനും പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാനൊരു ടോക്ക് കേട്ടപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഹൃദയസ്പർശിയായിട്ട് മാറി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിതം തന്നെയാണ് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്നാണ് ഞാൻ കേട്ടത്. അത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണെന്ന്. കാരണം നമ്മളെല്ലാവരും ജനിച്ച ഒരു ദിവസം മരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാണെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. നമുക്ക് ഈ ഒരു മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട്. നെക്സ്റ്റ് മൊമെൻറ്റോ നാളെയോ മറ്റന്നാളോ ഒന്നും നമുക്കറിയില്ല എന്താണെന്ന് ശരിക്കും പറഞ്ഞു. എന്നിട്ടും
വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് നമ്മൾ എത്ര കാര്യങ്ങളല്ലേ പ്ലാൻ ചെയ്യുന്നത്. ഹെഡ് നെക്സ്റ്റ് വീക്ക്, ഫോളോയിങ് വീക്ക്, നെക്സ്റ്റ് ഇയർ. ഇപ്പോൾ ഹോളിഡേ ഒക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി എങ്ങനെ അടുത്ത വർഷം നടത്തണം, ബർത്ത്ഡേ നടത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും. അങ്ങനെ നിനക്ക് തോന്നിയോ? എനിക്ക് അങ്ങനെ തോന്നി. അത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയത്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കണം എന്നാണോ ചേച്ചി പറയുന്നത്? അതെ. തീർച്ചയായിട്ടും അത് ആസ്വദിക്കുക തന്നെ വേണം. പക്ഷേ നമ്മളിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇന്നലത്തെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇനിയാന്ന് എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലേ? കാരണം നമ്മൾ മിനിയാന്ന് സംസാരിച്ചു, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് റോസ് ഗാർഡനിൽ വരാം എന്ന് തീരുമാനിച്ചത്. പക്ഷെ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുക എന്നുള്ളത് നമുക്ക് പോലും ഉറപ്പില്ലാത്തൊരു കാര്യമാണ് നമ്മൾ തീരുമാനമെടുത്ത് നമ്മളിരിക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ അപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോ നിമിഷവും, ജീവിക്കുന്ന ഓരോ നിമിഷവും കുറേ നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അത് നല്ല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അത് ഭാര്യ ഭർത്താവിനാവാം, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്കാവാം, അല്ലെങ്കിൽ മക്കൾക്കാവാം, അല്ലെങ്കിൽ സൊസൈറ്റിക്കാവാം, അല്ലെങ്കിൽ കൺട്രിക്കാവാം. പല നന്മ എന്ന് പറയുന്ന വേർഡിന് പ്രത്യേകിച്ച് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ നന്മകൾ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും, അങ്ങനെ ജീവിക്കുന്ന ആ നിമിഷത്തിൽ നിന്ന് നമ്മൾ ഒരു ദിവസം മറിഞ്ഞു പോയാൽ തന്നെ നമ്മുടെ ഓർമ്മകൾ എപ്പോഴും അവിടെ തന്നെ നിലനിൽക്കും. അത് മാത്രമേ നിൽക്കുള്ളൂ. വേറെന്തെങ്കിലും നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ ബാക്കി നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം പോലും ഇല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും, എൻ്റെ പേര് ജോയ്സ് എന്നാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കിരുന്ന പേര് ബോഡി എന്നാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടി എൻ്റെ പേര് നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രമാണ് ഈ നിലനിൽക്കുന്നത്. അതിനുദാഹരണമാണ് എൻ്റെ ഡാഡി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഡാഡി മരിച്ച ഞങ്ങളെ വിട്ടുപോയത്. അപ്പൊ അത് ആ ഒരു രംഗം ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ആ ഒരു വിഷമത്തിലേക്ക് അല്ലാട്ടോ ഞാൻ കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡാഡി മരിക്കുന്നതിനും 2-3 വർഷം മുമ്പ് ഞാൻ അവിടെ ചെന്ന സമയത്ത് ഡാഡി വിൻസെന്റ് പോളിന്റെ വലിയൊരു പ്രവർത്തകനായിരുന്നു. ആ പ്രവർത്തകൻ ഡാഡി ചെയ്തൊരു നല്ലൊരു പ്രവൃത്തി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? കാരണം ഡാഡി അവിടെ മരിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു 60 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു എന്താണ് പറയുക, ഒരു കെട്ടിടം ഉണ്ടാക്കി. ആ കെട്ടിടത്തിൻ്റെ അടിയിൽ ഡാഡിയുടെ പേര് മറ്റേ ഈ വെള്ളക്കല്ലിൽ കൊത്തിവെക്കുക എന്നാണ് പറയും. അത് കൊത്തിവെച്ചു. അതിൻ്റെ മെയിൻ മറ്റേ ആർച്ച് ബിഷപ്പും അവരൊക്കെയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഹോളിഡേക്ക് ചെന്ന് ഇപ്പോൾ ഡാഡി എന്നോട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വയസ്സിൽ നിനക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നീ ആലോചിക്കുക. ഇത് ഞാൻ കുടുംബത്തിന് വേണ്ടി ചെയ്തതോ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടി ആയാലും എത്രയോ ആൾക്കാർ അവിടെ സമാധാനമായ ഒരു ദിവസം അന്തി ഉറങ്ങുന്നു. അതാണ് നന്മ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നന്മ പ്രവൃത്തി എത്ര ആൾക്കാരിലേക്കായിരിക്കും പോയിരിക്കുന്നത്, എത്ര പേരായിരിക്കും ഓർക്കുന്നത്. പഴയ ഗാനങ്ങളുടെ ഒരു വാചകം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഓർമ്മകൾ മരിക്കുമോ? തീർച്ചയായിട്ടും. അതിന്റെ ബാക്കി എന്താ? ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ. അതെ. അപ്പൊ നമ്മൾ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇപ്പൊ ആർക്കും വിഷമം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ നിമിഷവും നന്മ പ്രവർത്തികൾ ചെയ്ത് നമ്മൾ ജീവിക്കുവാണെങ്കിൽ അത് നമ്മുടെ ഈ പറയുന്ന നമ്മൾ നാളെ മൺമറഞ്ഞു പോയാലും നമ്മുടെ കുടുംബത്തിനായാലും മറ്റുള്ള സൊസൈറ്റിക്കായാലും അത് എപ്പോഴും ഗുണം ചെയ്യും എന്നുള്ളതാണ്. അതിപ്പോൾ എല്ലാവർക്കും ഒരു പാഠമായിരിക്കുമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ആരാണ് നമ്മുടെ മുതുകാട് സാറൊക്കെ ജീവിക്കുന്നത് പുള്ളിക്ക് വേണ്ടിയിട്ടല്ലല്ലോ പുള്ളി ജീവിക്കുന്നത്. പുള്ളി മറ്റുള്ളവർക്ക് വേണ്ടി പുള്ളിയുടെ ജീവിതം മാറ്റി വയ്ക്കുകയല്ലേ ചെയ്യുവാണ്. അതൊക്കെ എന്താ പറയുക, ഗ്രേറ്റ് ആയിട്ട് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കേണ്ട ഒരു വ്യക്തിത്വത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അതൊക്കെ നമ്മുടെ ജനങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിപ്പം അവസാനിപ്പിക്കാൻ പോകുന്നത് ജോയ്സ പറഞ്ഞ പോലെ തന്നെ നന്മകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മൊമെന്റ് ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കാൻ കൂടി ട്രൈ ചെയ്യുക. ലൈക്ക് ഭാര്യ ഭർത്താവ് ഒരുമിച്ചിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ മക്കളുടെ കൂടെ ഇരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ പൂക്കളെ ആയിരിക്കും നമുക്കിഷ്ടം, ചിലപ്പം ഏകാന്തമായിട്ട് നമുക്കിരിക്കാൻ ഇഷ്ടമുണ്ടാവും, ചിലപ്പം എന്താണോ നമുക്കിഷ്ടം അത് നാളേക്ക് മാറ്റി വയ്ക്കാതെ നമുക്കിപ്പോൾ ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല, ചെറിയ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പാപ്പം ചെയ്യുക
ഏറ്റവും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ ജീവിതം ആസ്വാദ്യകരമായിട്ട് പോട്ടെ. അപ്പോ ലിസി വിത്ത് ജോയ്സൺ ആൻഡ് ടീന ആൻഡ് റാണി. താങ്ക് യു. അപ്പം നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഉദ്യാനത്തിലേക്ക്, നമ്മൾ അങ്ങനെയല്ലേ പറയണേ, ഉദ്യാനത്തിലേക്ക് ടീനയെ ഞാൻ ഈ ഉദ്യാനത്തിലേക്ക് വെൽക്കം ചെയ്യുവാണ്. ഉദ്യാനപാലകയിലേക്ക്. പീച്ച് കളറല്ലേ? ആ പീച്ച് കളറ് ദൂരം മുട്ടാണെന്ന് നോക്കി എണ്ണാൻ പറ്റുന്നില്ല, അത്രയും പൂക്കളുണ്ട് ഇവിടെ. ഇത് നോക്കി, ചിലതിന് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് അല്ലേ. അതിനിടയ്ക്ക് അവിടെ ഒരു റെഡ് അവിടെ തലപൊങ്ങി നിൽക്കുന്നു. എന്നെ എന്തേ നോക്കാത്തേന്ന് ചോദിക്കുന്നു. അങ്ങോട്ട് തിരിക്കട്ടെ. ഓ, ആ കളർ എന്ത് കളറാ ശരിക്കും പറഞ്ഞത്? ടീന അതൊന്ന് തൊട്ടേ. ടീന എന്നാ ഒരു പൂവൊന്ന് തൊട്ടേ. അല്ല, ഒന്ന് തൊടണേന് കുഴപ്പമില്ല. അയ്യോ, ടീന പൂവൊന്ന് തൊട്ടു. കാപ്പിപ്പൊടിയല്ല, ബീറ്റ്റൂട്ട് കളർ അല്ലേ? ബീറ്റ്റൂട്ട് കളറിലുള്ളൊരു പൂവ്. അങ്ങനെ പിങ്ക് കളറും അതിൻ്റെ പൂക്കളും അതിൻ്റെ മുട്ടുകളും ഇലകളും ഇതൊരു പന്തലുമയാണ് വന്നിരിക്കുന്നത്. ശരിക്കും നീലാകാശവും ആ പന്തലും അതിൻ്റെ അപ്പുറത്ത് നല്ല വെള്ള പൂക്കളും. അത് റോസ് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ? അപ്പുറത്ത് കാണുന്ന ചെറിയ റോസ്. ഇവിടെ ഒരുപാട് അപ്പച്ചമാരും അമ്മച്ചമാരൊക്കെ ഇരിപ്പുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ ജീവിതം ആസ്വദിക്കാനായിട്ട് വന്നിരിക്കുവാണ്. എല്ലാ പിരിമുറുക്കങ്ങളിൽ നിന്നും കുറച്ച് നേരം സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ ഹോളിഡേ കൂടിയാണല്ലോ. അതിനിടയ്ക്ക് വേറെ കുറേ വെള്ളപ്പൂക്കളുണ്ട് അവിടെ. ഇതൊരു പന്തൽ പോലെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എന്നാലും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒന്ന് നോക്കിയാൽ ശരിക്കും മറ്റേ ഇത് ബൊക്കെ പോലെ അല്ലേ? അത് തുണി തൊടാൻ പറ്റുമോ ചേച്ചി? ഇവിടെ ഇതിരിക്കുമോ അല്ലേ? വലിയൊരു കൊല. ഞങ്ങൾ ഗാർഡനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സൗത്ത് എന്ന് പറയും. സൗത്തിൽ തന്നെയാണ് ആ ഒരു ബീച്ചാണ് ഈ കാണുന്നത്. വളരെ നീറ്റാണ്. ഇവിടെ ഇങ്ങനെ ഈ ചരലുകളാണ്. കാലുകൾ വന്നൊന്നുമാവില്ല. കയറി ഇറങ്ങിക്കൊണ്ടിരിക്കില്ല ആ ഒരു വേവ്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും പോലെ ഈ തിരമാലകളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെസ്സേജാണ് തരുന്നത്. അപ്പം നമ്മുടെ തിരമാലകളെ നോക്കി ആസ്വദിച്ച് നമ്മുടെ ചീന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ നേരത്തെ തിരമാലകളെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് അത് വോയിസ് ക്ലിയർ ആയോ എന്ന് അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നോക്കിയേ, തിരമാലകൾ വരുമ്പോൾ അതിങ്ങനെ പൊങ്ങിയും താഴ്ന്നുമല്ലേ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുമാത്രം ഉയർച്ചകളും താഴ്ചകളും അല്ലേ. ഉയർച്ചകൾ വരുമ്പോൾ അഹങ്കരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനും, താഴ്ചകൾ വരുമ്പോൾ അതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യവും കിട്ടട്ടെ. നമുക്ക് കൂട്ടുകാരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് ജീവിതം കൊണ്ട് നല്ല മനോഹരമായിട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. കണ്ടോ വരുന്ന തിരമാലകൾ കണ്ടോ? ഇന കടലമ്മ കല്ലിന്ന് എഴുതാൻ പറ്റുമോ? അത് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ തൊടാനല്ലേ. ഭയങ്കര ഇഷ്ടമായി. കുറേ നാളായി ഇങ്ങനെ ഒരു വെള്ളത്തിൽ നമ്മൾ ചവിട്ടിയിട്ട് തന്നെ. സൂപ്പർ സൂപ്പർ. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ടൈമായി. റോസ് ഗാർഡൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇന്ന് എന്തൊക്കെ കണ്ടു? എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു സ്മോൾ ഫീഡ്ബാക്ക്. ജോയ്സ? Different kind of process. Then after that few videos. Then after that 2 messages and birthday celebration. Then we are ready to wind up. Okay. Tina, happy? Rani, happy? Okay, so stay tuned. Okay, so next video കാണാം.
ബൈ. താങ്ക് യു, ബൈ.